ഇൻഫർമേഷൻസിൻ്റെ പുത്തനൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. 512/2022 പ്രകാരം കേരള PSC വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നതാണ്. ഈ തസ്തികയുടെ പേര് എന്ന് പറയുന്നത് ലെക്ചർ ഇൻ പ്രിൻറ്റിംഗ് ടെക്നോളജി എന്നാണ്. ഇതിൻ്റെ വകുപ്പ് സാങ്കേതിക വിദ്യാഭ്യാസം ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ് ഇതിൻ്റെ വകുപ്പ്. ഇതിൻ്റെ ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നത് AICTE സ്കെയിലാണ്. ഒഴിവുകൾ ഒന്നാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് 3% സംവരണം ഒഴിവുകൾ 2012 വൈകല്യ ആക്ട് പ്രകാരം ചലന വൈകല്യമുള്ളവർ, സെറിബ്രൽ പാൾസി ബാധിച്ചവർ, കാഴ്ച വൈകല്യമുള്ളവർ എന്നീ ഭിന്നശേഷി വിഭാഗങ്ങൾക്കും പിന്നെ 2019 നിയമപ്രകാരം ശ്രവണ വൈകല്യമുള്ള ഭിന്നശേഷി വിഭാഗത്തിലെയും ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് 3%. ഇത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 20-നും 39-നും വയസ്സ് ഇളവിലുള്ളവരായിരിക്കണം. അതായത് 1983-നും 2002-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിനെ അപേക്ഷിക്കേണ്ടവർ. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അതിൻ്റേതായ ഇളവുകളും OBCക്കും അതിൻ്റേതായ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് വകുപ്പ്, വ്യവസായ വകുപ്പ്, ആർക്കിടെക്ചർ ആൻഡ് ടൗൺ പ്ലാനിംഗ് വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. അതാത് വകുപ്പിലെ സേവന ദൈർഘ്യത്തോളം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. എന്നാൽ 50 വയസ്സിന് മേളിൽ കൂടാനും പാടില്ല. ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും റെഗുലർ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ നേടിയ 1ാം ക്ലാസ് ബിരുദമാണ് പറഞ്ഞിട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം ശ്രദ്ധിക്കേണ്ടത് പ്രതിരോധ വകുപ്പിലെ സേവനമാണ്. മേൽപ്പറഞ്ഞ ജോലിയിൽ നിയമിക്കപ്പെടുന്നവർ സർക്കാർ ആവശ്യപ്പെടുന്ന പക്ഷം തത്സമയം ഉയർന്ന ജോലിയിലാണെങ്കിൽ തന്നെയും പരിശീലന കാലയളവ് ഉൾപ്പെടെ 4 വർഷമെങ്കിലും ഇന്ത്യക്കകത്തോ പുറത്തോ പ്രതിരോധ വകുപ്പിലോ പ്രതിരോധ യജ്ഞത്തോടനുബന്ധിച്ചിട്ടുള്ള ജോലിയിലോ സേവനം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ്. പ്രതിരോധ വകുപ്പിലെ ഈ സേവന ബാധ്യത സർവീസിലെ ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. 40 വയസ്സ് കഴിഞ്ഞവർക്ക് സാധാരണഗതിയിൽ ഈ നിയമനം ബാധകമല്ല. അപ്പം അങ്ങനെ ഉള്ളൊരു വെറൈറ്റി തസ്തികയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് ഡിസബിലിറ്റി ആയാലും പിന്നെ ഇത് നമുക്ക് ഈ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഉണ്ടവരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. കൂടുതൽ റെയറായിട്ടുള്ള നോട്ടിഫിക്കേഷനായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക.